പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഇഷിത പറയുകയാണ്, ഞാൻ നിങ്ങളുടെ വിവാഹത്തെ പറ്റി കേൾക്കുന്നത് തന്നെ ഒരു ഗോസിപ്പ് ചാനൽ വഴിയാ. അരുളിപ്പൂ ചാനൽ കേട്ടിട്ടില്ലേ? അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, ഡോക്ടർ ഈ ചാനലൊക്കെ കാണാറുണ്ടോ? അപ്പോൾ ഇഷിത പറയുകയാണ്, അത് പിന്നെ ഗോസിപ്പുകൾ അറിയണമെങ്കിൽ ഈ ചാനൽ തന്നെയല്ലേ ബെസ്റ്റ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് നിങ്ങൾ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് കല്യാണം നടത്താനുണ്ടാക്കിയ ഡ്രാമയാണ്. വിക്രം ചോദിക്കുകയാണ്, അല്ല ഡോക്ടർ ഇപ്പോൾ അത് തന്നെയാണ് സത്യം എന്നാണോ വിശ്വസിക്കുന്നത്? അപ്പോൾ ഇഷിത, എന്താ അങ്ങനെ അല്ലേ? അപ്പോൾ വിക്രം പറയുകയാണ്, എന്തായാലും വേദ വരുമല്ലോ, വേദയോട് തന്നെ നേരിട്ട് ചോദിക്ക്. ഇഷിത പറയുകയാണ്, വേദയുടെ ഈ മാറ്റത്തെ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എത്രയൊക്കെ ആമ്പിള്ളേർ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും വേദ എപ്പോഴും റിജക്ട് ചെയ്തതാ. വീട്ടുകാർ പറയുന്ന വിവാഹം മതി എന്നായിരുന്നു അവളുടെ നിലപാട്. അപ്പോൾ വിക്രം പറയുകയാണ്, എൻ്റെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വേണ്ട എന്ന് വരെ ഞാൻ ചിന്തിച്ചതാ. പക്ഷേ ഇങ്ങനെയൊക്കെയായി. അതെന്താന്ന് ഇഷിത ചോദിക്കുമ്പോൾ വേദ വരുമ്പോൾ നേരിട്ട് ചോദിച്ചോളാം വിക്രം പറയുന്നു. അങ്ങനെ വേദ വരുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഇഷിത പറയുകയാണ്, വേദയാണെങ്കിൽ അകത്തേക്ക് വന്നോളൂ. ഇത് കേട്ടിട്ട് വേദ ചോദിക്കുക, അല്ല ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഇഷിത പറയാണ്, ഇത് മഹേഷിൻ്റെ ഒരു പ്രൈവറ്റ് സ്പോട്ടാ, അങ്ങനെ ആരും ഇവിടെ വരില്ല. പിന്നെ നിന്നെ ഫോളോ ചെയ്ത് ആരെങ്കിലും വന്നാലേ ഉള്ളൂ. അപ്പോൾ വേദ പറയുകയാണ്, ഞാൻ കാറൊന്നും എടുത്തില്ല, ടാക്സി വിളിച്ചാ വന്നത്. ഇഷിത പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ലവ് സ്റ്റോറിയെ പറ്റിയൊക്കെ ചോദിച്ചതാ, പക്ഷേ വിക്രം പറഞ്ഞു നിന്നോട് ചോദിക്കാൻ. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഇഷിത പോകുമ്പോൾ വേദ ചോദിക്കുക, എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത്? അപ്പോൾ വിക്രം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് അതിനുള്ളൊരു മൂഡല്ലായിരുന്നു. ദീപ്തിയുടെ സത്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് വിക്രം ചോദിക്കുമ്പോൾ വേദ പറയുകയാണ്, ഇല്ല സമയമായിട്ടില്ല, എന്തായാലും പറയാം, ഞാനൊരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞ് വിക്രം ഫോൺ ഓൺ ആക്കുമ്പോൾ വേദ പറയുകയാണ്, എന്തായി കാണിക്കുന്നത്? ഇനി ഫോൺ ഓണാക്കിയിട്ട് ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ? അപ്പോൾ വിക്രം പറയാം, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചതേ ഇല്ല, ഒരു മെസ്സേജ് കാണിക്കാൻ വേണ്ടിയായിരുന്നു. വരുണ് അന്നത്തെ ദിവസം തന്നെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി പറയാനാ. അപ്പോൾ വേദ ചോദിക്കാം, മെസ്സേജ് അയച്ചോ? എന്ത്? അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ മെസ്സേജ് വന്നതെന്ന് വിക്രം പറയുമ്പോൾ വേദ ചോദിക്കുകയാണ്, എന്നിട്ട് പോയി കണ്ടോ? വിക്രം പറയുകയാണ്, ഞാൻ അന്ന് തന്നെ വരുണിനെ പോയി കണ്ടിരുന്നു. അന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നായിട്ട് വിക്രം ഇങ്ങനെ പറയാണ്. വരുൺ വന്നിട്ട് വിക്രമിനോട് പറയുകയാണ്, മടുത്ത ചേട്ടാ, എനിക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും പറ്റില്ല. അച്ഛന് വേണ്ടി ഞാനിങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് എനിക്ക് ഇഷ്ടമാവുന്നില്ല എന്ന് പറയുമ്പോൾ വിക്രം പറയുകയാണ്, എന്നാലും പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച് മുൻനിരയിൽ നിൽക്കുന്നത് നീ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുകയാണ്, എല്ലാം അച്ഛനെ പേടിച്ചിട്ടാ, അച്ഛൻ അല്ലെങ്കിൽ ഉപദ്രവിക്കും. അപ്പോൾ വിക്രം നോക്കുമ്പോൾ വരുൺ പറയുകയാണ്, എന്നെയല്ല അമ്മേ, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അച്ഛൻ ഉപദ്രവിക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാം സഹിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പണ്ടൊക്കെ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അച്ഛൻ എന്നെ ഉപദ്രവിക്കില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അമ്മയാണ് ഉപദ്രവിക്കുന്നത്. കുഞ്ഞുനാൾ മുതൽ അത് കണ്ടു വളർന്നതുകൊണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അമ്മയ്ക്കല്ലേ അടി കിട്ടൂ എന്നൊരു മൈൻഡായിരുന്നു എനിക്ക്. ഇപ്പോൾ അങ്ങനെയല്ല, വളർന്നു വന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എന്തുമാത്രമാണ് കഷ്ടപ്പെടുന്നതെന്ന്. നിങ്ങൾക്കറിയോ, എൻ്റെ കൂടെയുള്ളത് യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയല്ല, എൻ്റെ ആയയായിരുന്നു. എൻ്റെ അച്ഛനൊരു സൈക്കോയാ. എൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്തും എൻ്റെ അച്ഛൻ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ അമ്മയെ തല്ലുമായിരുന്നു. അവസാനം ഞാൻ ഒരു ദിവസം കാണുന്നത് എൻ്റെ അമ്മ തൂങ്ങി നിൽക്കുന്നതാ. അച്ഛൻ കൊന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളൊരു ട്രിപ്പ് പോയിരുന്നതാ. അവിടെ ആ റിസോർട്ടിൽ റൂമിൽ അമ്മ തൂങ്ങി നിൽക്കുന്നതാ കണ്ടത്. ഞാനും ആയയും പുറത്ത് പട്ടം പറത്തുമായിരുന്നു. പട്ടം ഒരു മരത്തിൽ കുടുങ്ങി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അച്ഛനെ വിളിച്ചത് കാണിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചത്, ദേ അതുപോലെ ആണോ തൂങ്ങി നിൽക്കുന്നേ എന്ന് ചോദിച്ചു. നോക്കിയപ്പോൾ അകത്ത് എൻ്റെ അമ്മ തൂങ്ങി നിൽക്കുന്നതാ കണ്ടത്. എന്താന്ന് എനിക്ക് അറിയില്ല. അന്ന് തൊട്ട് ഞാൻ കരച്ചിൽ നിർത്തിയതാ. അങ്ങനെ അമ്മയുടെ മരണത്തിന് ശേഷം അച്ഛൻ ആയയെ വീട്ടിൽ നിർത്തി. പിന്നെ ആയയിലുണ്ടായ മകളാ എൻ്റെ അനിയത്തി. അച്ഛൻ എന്ത് ദേഷ്യം വന്നാലും അമ്മയെ ഉപദ്രവിക്കും. ഇതെല്ലാം കണ്ടു വളർന്നുകൊണ്ടാവും എൻ്റെ അച്ഛനോടുള്ള ദേഷ്യത്തിലാണ് ഞാൻ ഇത്രയും നാളും ഇങ്ങനെയൊക്കെ ജീവിച്ചത്. പക്ഷേ എൻ്റെ ആ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുത്തത് ദീപ്തിയാണ്. എനിക്ക് സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിയത് ദീപ്തിയുടെ കൂടെയുള്ള സമയം കൊണ്ടാണ്. ഏട്ടൻ എനിക്ക് ആ സന്തോഷം തിരികെ തരണം. അച്ഛനെ പേടിച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഗൾഫിൽ ഞാനൊരു ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് ദീപ്തിയുമായിട്ട് അങ്ങോട്ടേക്ക് പോകണം. ഏട്ടൻ അതിനെ സഹായിക്കണം. ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം. ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. എനിക്ക് എൻ്റെ അച്ഛനെ പേടിയാ എന്ന് പറയുമ്പോൾ ചേട്ടൻ സമ്മതിക്കില്ലേ എന്ന് ചോദിച്ച് വിക്രമിൻ്റെ കയ്യിൽ പിടിക്കുന്നു. അങ്ങനെ വിക്രം വരുണിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. എല്ലാത്തിനും കൂടെ തന്നെ ഉണ്ടാവും എന്നും പറയുന്നു. ഇതെല്ലാം ആലോചിച്ച് വിക്രം ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. വിക്രം കരയുന്നത് കാണുമ്പോൾ വേദയ്ക്ക് സങ്കടം വരുന്നു. ഇങ്ങനെ സങ്കടപ്പെടാതെ എന്ന് പറയുമ്പോൾ വിക്രം പറയുകയാണ്, അവൻ എന്നെ മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് കണ്ട ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അവനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നിങ്ങനെ വിക്രം ചോദിക്കുമ്പോൾ വേദ പറയാം, അത് ഇപ്പോൾ ആര് പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ വിക്രം പറയുകയാണ്, നീ വിശ്വസിക്കില്ലായിരിക്കും, എൻ്റെ വീട്ടുകാർ വിശ്വസിക്കില്ലായിരിക്കും, ആരും വിശ്വസിക്കില്ലായിരിക്കും. അപ്പോൾ വേദ പറയുകയാണ്, നമ്മളത് തെളിവ് സഹിതം
കണ്ടുപിടിച്ച് എല്ലാവരുടെ മുന്നിൽ എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവുന്ന രീതിയിൽ ഇതെല്ലാം തെളിയിക്കും എന്ന് പറയുകയാണ്. വിക്രം പറയാണ്, ആരൊക്കെ വിശ്വസിച്ചില്ലെങ്കിലും ദീപ്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ വേദ പറയുകയാണ്, അത് ഉടനെ തന്നെ ഉണ്ടാവും. നമ്മൾ രണ്ടുപേരും ചേർന്നതായിരിക്കും ദീപ്തിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്തായാലും വിക്രം എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ കൂട്ടിന് ദീപ്തി ഉള്ളത് നല്ലതല്ലേ? അപ്പോൾ വിക്രം ചോദിക്കുക, ഞാൻ വീട്ടിൽ വരാനോ? അതൊന്നും ശരിയാവില്ല. വേദ വയ്ക്കണം. എന്താ പേടിയാണോ വിക്രം? അതുകൊണ്ടൊന്നുമല്ല, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ വേദ പറയുകയാണ്, ഇപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ സഹായത്തോടെയാണ് വിക്രം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒരാഴ്ച എന്തായാലും വിക്രമിന് റെസ്റ്റ് വേണം. അതുകൊണ്ട് വിക്രു, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. എൻ്റെ വീട്ടിൽ പോകുന്നു, അതാ സേഫ്, അതാ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഈ സമയം ഇഷിത ചായ ആയിട്ട് വരുന്ന കാണുമ്പോൾ വേദ പറയാണ്, വിക്രം ചായ കുടിക്ക്. വിക്രം, എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് കട്ടിലിൽ കിടക്കുന്നു. വേദ പിടിച്ച് കിടത്തിയിട്ട് അങ്ങനെ ഹാളിലേക്ക് ഇഷിതയും വേദയുടെ പോകുന്നു. അപ്പോൾ ഇഷിത ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ പ്രണയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വിക്രം ഒന്നും പറഞ്ഞില്ലല്ലോ, എല്ലാം വേദയോട് ചോദിക്കാൻ പറഞ്ഞു. എന്താ സത്യത്തിൽ നടന്നതെന്ന് ചോദിക്കുമ്പോൾ വേദ കഥകളെല്ലാം ഇഷിതയോട് പറയുന്നു. അപ്പോൾ ഇഷിത ചോദിക്കുകയാണ്, ഏത് സന്ദർഭത്തിലാണ് നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടത്തിൽ ആയെന്ന് തോന്നിയത്? അപ്പോൾ വേദ ചോദിക്കുകയാണ്, അത് പിന്നെ മഹേഷുമായിട്ട് ഇഷിത എപ്പോഴാണ് സ്നേഹത്തിലായെന്ന് പറയാൻ കഴിയുമോ? അതുപോലെ തന്നെയാണ് എനിക്കും അങ്ങനെ ഒരു എക്സാക്ട് മൊമെൻറ്റ് പറയാൻ കഴിയില്ല. അപ്പോൾ ഇഷിത പറയുകയാണ്, അത് ശരിയാ, വിരിഞ്ഞു നിൽക്കുന്ന പൂവല്ലേ നമ്മൾ കാണാറുള്ളൂ, വിരിയുന്ന സമയം നമ്മൾ അറിയാറ് പോലില്ലല്ലോ. അതുപോലെ തന്നെയാണ്. അങ്ങനെ ഇനി എന്താ പ്ലാൻ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ വേദ പറയുകയാണ്, ഞാൻ വിക്രമിനെ എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ശ്രീകാര്യം ശ്രീനിവാസിൽ നിന്നുള്ള ബന്ധം വിക്രമിൻ്റെ ഇല്ലാതാക്കിയാൽ വിക്രം നന്നാവുമെന്ന. പക്ഷേ അവരൊന്നും അല്ല യഥാർത്ഥത്തിൽ വലിയ ശത്രുക്കൾ. വരുണിനെ ആരാ കൊന്നതെന്നറിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ വാസുവിൻ്റെ ദേഷ്യം. പിന്നെ ശ്രീനിവാസനും അത്ര പ്രശ്നമല്ല. പ്രശ്നം എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ അമ്മായിയച്ഛനുമാണ്. അവർ രണ്ടുപേരും ചേർന്നാണ് ഇതെല്ലാം നടപ്പിലാക്കിയത്. അത് തെളിവ് സഹിതം എനിക്ക് പുറത്തു കൊണ്ടുവരണം. എന്നിട്ട് വിക്രമിനെ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കണം. അവരുടെ ലക്ഷ്യം എൻ്റെ പേരിലിരിക്കുന്ന സ്വത്തുക്കളാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. അതിനുള്ള മുന്നൊരുക്കമായിട്ടാണ് ദർശനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാൻ നോക്കിയത്. അത് നടന്നില്ല. ദർശൻ അങ്ങനെയൊന്നുമില്ല. ദർശന് സ്വത്തുക്കളോ ഒന്നും വേണ്ട. പക്ഷേ ഇവരുടെ ചിന്ത എൻ്റെ പേരിലുള്ള സ്വത്തിനാണ്. വിക്രമിന് അതൊരിക്കലും സ്വന്തമാകാതിരിക്കാനാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. എന്തായാലും തെളിവ് സഹിതം ഞാൻ ഇതെല്ലാം പുറത്തു കൊണ്ടുവരും. അതുവരെ വിക്രം എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. മറ്റന്നാൾ രാത്രി ഞാൻ വിക്രമിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നീ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ ഇഷിത് പറയാം, അതൊരു റിസ്ക് അല്ലേ, അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ വേദ പറയാം, ഒന്നും സംഭവിക്കില്ല, നീ എൻ്റെ വീട്ടിലൊന്ന് എത്താൻ സഹായിച്ചാൽ മതി. ഇഷിത അതിന് സമ്മതിക്കുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.